ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മെൻഡർഫെക്സ് യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ ഓഗസ്റ്റ് 13 മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിനു മുന്നേ നമുക്ക് ഇന്നെങ്ങനെയായിരുന്നു നമ്മുടെ ട്രേഡ് വന്നത്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്, നമ്മൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ട്രേഡ് ലോജിക് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റ്സിൽ ഞാൻ ആദ്യം പറയാം. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രി ഫ്രെയിമായ 5 മിനിറ്റ്സിൽ പോയിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞായിരുന്നു ഇതാണ് നമ്മുടെ പ്രീവിയസ് വീക്ക് ലോ അല്ലേ. ഇത് നമ്മുടെ പ്രീവിയസ് വീക്ക് ലോ ആണ്. പ്രീവിയസ് വീക്കിൻ്റെ ലോയുടെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് വരികയാണെങ്കിൽ നമുക്കത് റീടെസ്റ്റിൽ നമുക്കൊരു എൻട്രി എടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രീവിയസ് വീക്ക് ലോയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് കണ്ടിന്യൂസ് വീണു. എവിടം വരെ വീണു, എന്തുകൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു, എല്ലാ ലോജിക്കും ഞാൻ പറഞ്ഞുതരാം. സോ മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ബൈയിങ് ക്യാൻഡിലായിട്ടാണ് ഫോം ചെയ്തത്. ലൈക്ക് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ പോകുന്നതിൽ ഒരു ട്രാപ്പിംഗ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ 5 മിനിറ്റ്സിലോട്ട് നമ്മുടെ എൻട്രി ഫ്രെയിമിലോട്ട് പോകാം. എൻട്രി ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ഫുൾ എന്തായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു താഴെ ഫുള്ളി ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഓട്ടോമാറ്റിക്കലി സെല്ലിങ് ചെയ്യുന്ന ഒരു ചാടിക്കയറി ഇവിടെ നിന്ന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് ട്രാപ്പ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഇങ്ങനൊരു സിനാരിയോ ഉണ്ടാണെങ്കിൽ ഇതിൻ്റെ താഴെ റീടെസ്റ്റ് ചെയ്തിട്ട് ഒരു ക്ലോസ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി അത് കഴിഞ്ഞ് മുകളിലോട്ട് പോയി റീടെസ്റ്റ് ചെയ്തു ഈ ഒരു സോണിൽ. എന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. എക്സാക്ട്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഒരു പ്രോപ്പർ റീടെസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ കണ്ട ഈ ചെറിയ ക്യാൻഡിൽ നമ്മൾ നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ട്, ഇവിടെ ഒരു ഇൻഡിസെഷൻ ക്യാൻഡിൽ, ഒരു ഡോജി, അതായത് ഒരു ഗ്രാവിസ്റ്റൺ ഡോജി വന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് വീഴുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനൊരു വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, അതിൻ്റെ മുകളിൽ ഒബ്വിയസ്ലി എന്തുണ്ട്, ഇന്നലത്തെ ലാസ്റ്റ് ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്ക് എന്നാണ് മാർക്കറ്റ് താഴോട്ട് വീണിട്ടുള്ളത്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ FEG എടുക്കാൻ വേണ്ടി മാർക്കറ്റ് പോയി. 1, 2, 3 ഈ 3 ക്യാൻഡിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ FEG ആണ്. സോ മാർക്കറ്റ് നേരെ പോയി ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. FEG ഉണ്ടായിരുന്നു, FEG ഫില്ല് ചെയ്തു. മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ വെച്ചിരുന്നത് ഈ ലോ ആയിരുന്നു. ഈ ലോ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, കണ്ടവർക്ക് അറിയാം. ഇത് ഇന്നലത്തെ വീഡിയോയിലും സെയിം ലൈൻസ് തന്നെയാണ്, ഞാനൊന്നും മാറ്റിയിട്ടില്ല. സോ ഈ ലോയുടെ താഴെ നിന്നുണ്ട് ലിക്വിഡിറ്റി ഉണ്ട്. സോ മാർക്കറ്റ് നേരെ എങ്ങോട്ട് ഫോക്കസ് ചെയ്തു, ഇവിടുന്ന് നേരെ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഈ ലിക്വിഡിറ്റിയിലോട്ട് ഫോക്കസ് ചെയ്തു അല്ലേ. ഈ ലിക്വിഡിറ്റിയിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എൻട്രി ഇവിടുന്ന് മിസ്സായവർക്കുള്ള സെക്കൻഡ് എൻട്രി ഞാൻ ലോജിക്ക് പറഞ്ഞുതരാം. സോ ഇവിടുന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ഹെവി ആയിട്ട് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അപ്പം ഇത് എന്താണ്, നമ്മുടെ രണ്ടാമത്തെ ഓർഡർ ബ്ലോക്കാണ്. കാരണം എന്താണ്, മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും താഴോട്ട് വീണിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ആകുമ്പം ഇതിൻ്റെ തൊട്ട് താഴെയുള്ളത് എന്താണ്, ഓർഡർ ബ്ലോക്കിന് താഴെ വേറെ ഓർഡർ ബ്ലോക്ക് ആകാനുള്ളത് FEG അല്ലേ. ഓർഡർ ബ്ലോക്ക് വീണ്ടും FEG ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു, വീണ്ടും താഴോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു അടുത്ത ലോയിലോട്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് നേരെ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സായി. ഇവിടുന്ന് റിവേഴ്സ് ആകാനുള്ള കാരണം എന്താണ്, അതും ഞാൻ കാണിച്ചു തരാം. 15 മിനിറ്റ്സിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ എന്ത് കാണാൻ പറ്റും, ഇവിടുന്നാണ് ഈ വലിയ മൊമെൻറ്റം വന്നിട്ടുള്ളത്. ഇവിടുന്നാണ് ഈ വലിയ മൊമെൻറ്റം മാർക്കറ്റ് ഇവിടം വരെ മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് CAS സ്കാനിലാണ് ഈ ഒരു ഹൈ വരെ മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയ മൊമെൻറ്റാണ് മാർക്കറ്റ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ഈ ലോയിൽ നിന്ന് ഏകദേശം മാർക്കറ്റ് ഒരു 500 പോയിൻറ്റ്സിനടുത്ത്, ഒരു 370 പോയിൻറ്റ്സിനടുത്ത് സിംഗിൾ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പം ഇവിടെ ഒബ്വിയസ്ലി എന്തുണ്ട്, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. എന്താണ് ഇത്, നമ്മുടെ റെഡ് കളർ, ഇത് ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇതൊക്കെ നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഈ ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. ഇതല്ല നമ്മുടെ വാലിഡ് ഓർഡർ ബ്ലോക്ക്. എന്താണ്, ഇതാണ്. കാരണം എന്താണ്, ഇതിൻ്റെ മുകളിൽ FEG ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വാലിഡ് ഓർഡർ ബ്ലോക്ക് ഏതാണ്, ഇതാണ് നമ്മുടെ വാലിഡ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഇതിവിടെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് ആയ പോയിന്റ് കിട്ടും. മാർക്കറ്റ് റിവേഴ്സ് ആയ പോയിന്റ് 15 മിനിറ്റ്സിൽ നമുക്ക് 15 മിനിറ്റ്സ് ഓർഡർ ബ്ലോക്ക് കിട്ടും. അപ്പോൾ നേരെ 5 മിനിറ്റ്സിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്നുള്ള ഈ ലിക്വിഡിറ്റീനെ ഫോക്കസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റ് ഇവിടുന്ന് മോളോട്ടും നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ സമയത്ത് ഞാൻ അവൈലബിൾ അല്ലായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ 2 മണി കഴിഞ്ഞിരുന്നു. ഓക്കെ, എൻ്റെ 3 മണിയായിട്ടുണ്ടാവും. സോ ഞാൻ അവൈലബിൾ അല്ലായിരുന്നു മാർക്കറ്റ് ടൈമിൽ. സോ ഇവിടുന്ന് മാർക്കറ്റ് മൂവ്മെൻറ്റ് മുകളിലോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴോട്ടുള്ള 2 എൻട്രി ഏതൊക്കെയായിരുന്നു, ഒന്ന് നമ്മുടെ എൻട്രി, ഇത് നമ്മുടെ എൻട്രി ആയിരുന്നു. ലൈക്ക് ഈ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് തിരിച്ചു വന്നപ്പം ഇത് നമ്മുടെ ഒരു എൻട്രി ആയിരുന്നു മുകളിൽ നിന്ന്. ഇതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ
ജോയൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ജോയൽ ഈ എൻട്രി നമ്മുടെ ഗ്രൂപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു എൻട്രി ആയിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ ഒരു എൻട്രി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മറ്റൊരു എൻട്രി ഏതായിരുന്നു? ഇത് നമ്മുടെ മറ്റൊരു എൻട്രി ആയിരുന്നു. ഓക്കെ, ആസ് പെർ സ്മാർട്ട് മണി കൺസെപ്റ്റ് ഇത് നമ്മുടെ മുകളിലോട്ടുള്ള ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ഒബ്വിയസ്ലി പറയാറുണ്ട്, ഞാൻ എൻ്റെ ലാസ്റ്റ് നമ്മുടെ ചലഞ്ചിൽ എൻ്റെ 4000 ആണ് നമ്മുടെ ഇത് 3000 ആണ് എൻ്റെ ഡെയിലി ഞാൻ നമ്മുടെ ചലഞ്ചിലുള്ള പ്രോഫിറ്റ് വെച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി എൻ്റെ പ്രോഫിറ്റ് രാവിലെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഡെയിലി ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എൻ്റെ പ്രോഫിറ്റ് കിട്ടുന്ന എന്തൊക്കെയാണ് എൻ്റെ പ്രോഫിറ്റ്സ് എന്ന്. സോ ഞാൻ അത് വെച്ചിട്ട് ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, പിന്നെ എത്ര ഓപ്പർച്യൂണിറ്റി കണ്ടാലും നമ്മൾ ട്രേഡ് എടുക്കാറില്ല. കാരണം ഒരു ട്രേഡ് പെർ ഡേ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് തന്നാലും നമ്മൾ ട്രേഡ് എടുക്കാറില്ല. സൈക്കോളജിക്കലായിട്ട് അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇവിടെ നിന്നുള്ള ട്രേഡ്സ് 1, 2, 3 ഇങ്ങനെ 3 ട്രേഡ്സ് ഇവിടെ നിന്നുണ്ടായിരുന്നു. സോ നാളത്തെ ട്രേഡ് എങ്ങനെ വരും നമുക്കിനി നോക്കാം. ഓക്കെ, നാളത്തെ ലോജിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലാവും വിചാരിക്കുന്നു. ഇതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് കോഴ്സ് 7th September സ്റ്റാർട്ട് ആകുന്നുണ്ട്. യു ക്യാൻ എൻറോൾ ദാറ്റ് കോഴ്സ്. നമുക്ക് എങ്ങനെയാണ് സ്മാർട്ട് മണി കൺസെപ്റ്റിലെ എൻട്രി, കാര്യങ്ങൾ, എക്സിറ്റ്, എവറിത്തിങ് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നാളത്തെ നമ്മുടെ നോർക്കൽ അനാലിസിലോട്ട് പെട്ടെന്ന് പോകാം. സോ നമുക്ക് ഇനി ഈ മൂമെൻറ്റിനെ വെച്ച് നമുക്ക് വാച്ച് ചെയ്യാം. സോ ലാസ്റ്റ് മാർക്കറ്റിൻ്റെ ഇവിടുന്ന് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് വലിയൊരു മൂവ്മെൻറ്റ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഏതാണ്? 15 മിനിറ്റ്സിലെ ഇതാണ്. കാരണം എന്താണ്? ഇതിൻ്റെ മുകളിൽ FEG ഉണ്ട്. അപ്പം ഇത് നമ്മുടെ എന്താണ്? വാലിഡ് ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഒരു വാലിഡ് OB ആണ്. അപ്പം കാരണം എന്താണ്? ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതിന് മുകളിൽ നമുക്ക് എന്തുണ്ട്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതിന് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. FEG. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ മുകളിലും നമുക്കൊരു ചെറിയ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് ഡെയിലിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു തിങ്ങും കൂടി ഞാൻ പറഞ്ഞുതരാം വീഡിയോയ്ക്ക് ഇടയ്ക്ക്. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു FEG ഉണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് തിരിച്ച് വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് വീണ്ടും ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് നാളെ മാർക്കറ്റ് ഒരു ബൈ ഓൺ ദ ഡിപ്പ് നോക്കാം. മാർക്കറ്റിൽ നാളെ നമുക്ക് ഈ ലോന്ന് ബൈ ഓൺ ദ ഡിപ്പ് നോക്കാം നമുക്ക്. ഓക്കെ, ബൈ ഓൺ ദ ഡിപ്പ്. മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ബൈ ഓൺ ദ ഡിപ്പാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എന്താണ്? ബൈ ഓൺ ദ ഡിപ്പാണ്. സോ മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആൻഡ് ഇവിടെ അതിൻ്റെ താഴെ FEG ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ താഴെ നമുക്ക് എന്തുണ്ട്? ഒരു FEG ഉണ്ട്. സോ ഇതിന് നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. സോ ഇത് നമ്മുടെ OB ആണ്. സോറി, ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്കാണ്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ്. ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് എന്തുണ്ട്? ഒരു ബുള്ളിഷ് FEG ഉണ്ട്. ഓക്കെ, സോ ഈ FEG ഇങ്ങോട്ട് വെക്കാം. ഈ സാധനത്തിന് ഐ തിങ്ക് എന്ത് പറ്റി? ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് ഒരു ഇതിൻ്റെ ഉള്ളിൽ എഴുതാം നമുക്ക് OB. സോറി, ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് OB എന്നും എഴുതി വെക്കാം. ഓക്കെ, OB ആൻഡ് താഴെ ഒരു വാലിഡ് FEG ഉണ്ട്. അപ്പം ഇത് രണ്ടും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ FEG ആൻഡ് ഈ OB. സോ ഇതൊക്കെ നമുക്കിനി കളയാം. ഈ ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. സോ ഈ ലിക്വിഡിറ്റി ഒന്നും ഇനി വാലിഡ് അല്ല. സോ ഇതെല്ലാം ഞാൻ കളയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി സോൺസ് എവിടെയൊക്കെയാണ് ഉള്ളത്? ഇത് നമ്മുടെ ഒരു ലിക്വിഡിറ്റി സോണാണ്. ഓക്കെ, ഇത് അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് ഇവിടെ എന്തുണ്ട്? ഇതിൻ്റെ മുകളിൽ മാർക്കറ്റിന് ലിക്വിഡിറ്റി ഉണ്ട്. ഇതൊരു ലിക്വിഡിറ്റിയാണ് നമ്മുടെ. സോ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റിൻ്റെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അതിന് മുകളിൽ നമുക്ക് FEG ഉണ്ട്, ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് ആൻഡ് FEGയും ഓർഡർ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഈ റേഞ്ച് കഴിയുന്ന വരെ നമുക്ക് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ ഇതൊക്കെ മാറ്റാം. ഓക്കെ,
പ്രീവിയസ് ഡേ ഹൈ ഇവിടെയാണ്, പ്രീവിയസ് ഡേ ഹൈ ഇതാണ്. സോ PDH നമുക്ക് ഇവിടെ മാർക്ക്. സോ PDHൻ്റെ മുകളിൽ നമ്മൾ എന്നിട്ട് ലിക്വിഡിറ്റി ഉണ്ട്. PDHൻ്റെ മുകളിൽ നമുക്ക് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്. സോ ഈ ലിക്വിഡിറ്റി നമുക്ക് മാർക്ക് ചെയ്തിടാം. പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോയുടെ താഴെ എന്തുണ്ട്, നമുക്ക് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തുണ്ട്, സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇത് നമുക്കിവിടെ മാർക്ക് ചെയ്തിടാം, ഈ ലിക്വിഡിറ്റിയും കൂടെ. സോ ഈ 2 ലിക്വിഡിറ്റി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ 2 ലിക്വിഡിറ്റി മാർക്കറ്റിൻ്റെ പെൻഡിങ് ആണ്. സോ മാർക്കറ്റ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് ബൈ ഓൺ ദ ഡീപ്പ് ആൻഡ് സെൽ ഓൺ ദ റൈസ്. ഇത് തന്നെയാണ് നമ്മുടെ പ്ലാൻ, ബൈ ഓൺ ദ ഡീപ്പ് ആൻഡ് സെൽ ഓൺ ദ റൈസ്. ഓക്കെ, ബൈ ഓൺ ദ ഡീപ്പ്, സെൽ ഓൺ ദ റൈസ്. മുകളിൽ FEG ഉണ്ട്, ഇവിടെ ഉണ്ട് ഓർഡർ ബ്ലോക്ക്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണിത്. ആൻഡ് ഈ ഏരിയയിൽ വന്ന് നമുക്കൊരു സെല്ലിംഗ് പ്ലാൻ ഉണ്ടാവും. ഇനി ഇൻ കേസ് മാർക്കറ്റ് ട്രെൻഡിങ് മൂവ് നടത്തുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ബൈ ഓൺ ദ ഡീപ്പ് ആൻഡ് സെൽ ഓൺ ദ റൈസ് തന്നെയാണ് നമ്മുടെ നാളത്തെ പ്ലാൻ. ഓക്കെ, ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, സോ കുറച്ച് ലൈൻസ്, സാധാരണ എനിക്ക് ഇത്ര ലൈൻസ് കാണുന്ന ഇഷ്ടമല്ല, ഞാൻ വെക്കാറില്ല ഇത്ര ലൈൻസ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ FEG ഒക്കെ എനിക്ക് അല്ലെങ്കിലും ഇത് വരയ്ക്കാതെ തന്നെ മനസ്സിലാവാറുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ FEG മോട്ടർ ബ്ലോക്കൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളത് നോക്കിയിട്ട് വരച്ച് ക്ലിയർ ചെയ്ത് വെക്കുക. ഓക്കെ, FEG മോട്ടർ ബ്ലോക്ക് വന്നിട്ട് ഒരുപാട് ലൈൻസ് ഒന്നും ആക്കി വെക്കണ്ട. മെയിനായിട്ടുള്ള പ്രീവിയസ് വീക്ക് ലോ ഇവിടെ തന്നെ ഉണ്ട്, അത് ഓൾറെഡി അതിൻ്റെ ഇൻവാലിഡ് ആയിട്ടുണ്ട്. പ്രീവിയസ് വീക്ക് ലോ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. സോ ആ ലിക്വിഡിറ്റിയൊക്കെ ഓൾറെഡി മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ആദ്യം നമുക്ക് ഈ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് അത് മുകളിൽ പോകാൻ നോക്കിയത്. അത് കഴിഞ്ഞ് ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ട് തന്നെ വീണു. ഓക്കെ, സോ ഇതിൽ സ്ട്രക്ചർ മാപ്പിംഗ്, നമ്മുടെ SMC ICTയിലെ സ്ട്രക്ചർ മാപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 5 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 3 മിനിറ്റ്സിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് ട്രേഡ് എന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചെറിയൊരു മോഡലാണ് നിങ്ങളെ കാണിച്ചു തന്നത്, എങ്ങനെയാണ് ട്രേഡ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ടുമാറോ നിഫ്റ്റി പ്ലാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ നാളത്തെ നിഫ്റ്റിയുടെ പ്ലാൻ. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ള പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.